എഴുത്ത് ജീവിതത്തെ പറ്റി ആലോചിക്കുമ്പോൾ മഹാനായ കോവിലിനെ പറ്റി ഓർക്കാതെ എനിക്ക് കടന്നു പോകാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് എഴുത്തിലേക്ക് ഞാൻ കടന്നത്. 1971 ഞാൻ എൻ്റെ നോവൽ പട്ടാള ബാരക്കിൽ വെച്ച് എഴുതിയ ബാരക്ക് എന്ന നമ്മുടെ കൂട്ടം തെറ്റിയ കുട്ടിയുമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. അതിനു മുമ്പ് കത്തിൽ കൂടെ പരിചയപ്പെട്ടു. അങ്ങനെ അവിടെ ചെന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട് സാർ, സാറൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ആദ്യമായിട്ട് ചോദിച്ച കാര്യം, നീ എത്ര നോവലുകൾ വായിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അധികം നോവലൊന്നും വായിച്ചിട്ടുള്ള, താങ്കളുടെ A-B എനിക്ക് ബാരക്ക് കിട്ടി, 2 ഇടങ്ങഴി കിട്ടി, പിന്നെ എനിക്ക് കിട്ടിയത് നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയാണ് സാർ. അങ്ങനെ വളരെ കുറച്ച് നോവലുകളെ ഞാൻ വായിച്ചിട്ടുള്ളൂ. പിന്നെ എങ്ങനെ നീ ഒരു നോവൽ എഴുതിയെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ എനിക്ക് ഉത്തരം മുട്ടിപ്പോയി. ഞാൻ അധികം വായിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരുപാട് നോവലുകൾ വായിക്കണം, ക്രാഫ്റ്റ് അറിയണം, എഴുത്ത് രീതി അറിയണ്ടേ, ജീവിതം അറിയണ്ടേ. അപ്പോൾ നീ ഈ നോവലുടെ വെച്ച് പോവുക, എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഒരു 10 നോവലെങ്കിലും വായിച്ചു വരിക, വായിക്കുക, വായിച്ചിട്ട് ഓരോ നോവലിൻ്റെയും ഘടനാരൂപങ്ങൾ അറിയുക. അങ്ങനെ ഞാൻ വീണ്ടും വീട്ടിൽ വന്ന് പിന്നെ 1 മാസം കഴിഞ്ഞ് ലീവിന് പോകുന്ന 2 മാസമുള്ള ഞങ്ങൾക്ക് ലീവ്. അപ്പോൾ ലീവിന് പോകുന്നതിന് മുമ്പ് വീണ്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ നോവൽ ഇതേ രൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. കാരണം ഇതിൽ ഒരുപാട് ധാരണ പിശകുകളുണ്ട്. നോവലിനെ പറ്റിയുള്ള ധാരണ, അതാണ് ഏറ്റവും പ്രധാനം. അത് കുറവാണ് ഇതിനകത്ത്. അപ്പം നീ വായിച്ച നോവലുകളെ പറ്റി ഓർത്തുകൊണ്ട് അതുപോലെ ഏതെങ്കിലും നോവൽ എഴുതേണ്ട രീതിയിലുള്ള നിൻ്റെ മനസ്സ് പരിവർത്തനപ്പെടുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാരക്കിൽ പോയി. കൂട്ടുകാർ ലീവിന് പോകുമ്പോൾ ഞാൻ ഓരോ നോവൽ കൊണ്ടുവരാൻ പറഞ്ഞ് അവർക്ക് കാശ് കൊടുക്കുക. അന്ന് കാശിനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരുപാട് നോവലുകൾ വായിച്ചതിന് ശേഷം വീണ്ടും ഞാനത് എഴുതുകയാണ് ബാരക്കിൽ വെച്ച്. എൻ്റെ സുഹൃത്തുക്കളെ, ബാരക്കിൽ വെച്ച് നോവൽ എഴുതാമെന്ന് പറഞ്ഞാൽ ഇതേമാതിരി സ്വാതന്ത്ര്യമൊന്നുമില്ല. അവിടെ പകല് ഞങ്ങൾക്ക് യാതൊരു ലിസ്റ്റർ ടൈമില്ല, അതായത് അവധിയില്ല പകല്. രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ബാരക്കിൽ വരുമ്പോൾ മണി 8 ആവും. അപ്പോൾ കൊതുവല എല്ലാവരും ഇട്ടിരിക്കും. കൊതുവലയ്ക്ക് അകത്തിരുന്ന് ഞാൻ വളരെ ബുദ്ധിമുട്ടോടുകൂടി നോവൽ, വെളിച്ചം കുറവാണ്, ഞാൻ ആ നോവൽ കൂട്ടം തെറ്റി കുട്ടി വീണ്ടും എഴുതി. അടുത്ത ലീവിൽ ഞാൻ പിറ്റേ കൊല്ലം ലീവിന് ചെന്നപ്പോൾ കോവിലൻ ഞാൻ കൊടുത്തു ആ നോവൽ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വീണ്ടും വായിക്കട്ടെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇനി എല്ലാം ചെയ്തിട്ടുണ്ടോ എന്നറിയട്ടെ, നീ വീണ്ടും 1 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ നോവൽ കഴിഞ്ഞ തവണ നീ തന്നതിനേക്കാളും വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കേണ്ട, നീ ഒന്നും കൂടി എഴുതണം നോവൽ. ഒരുപാട്, അതായത് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, കരിങ്കല്ല് ഉരയ്ക്കുന്നത് പോലെയാണ്. കരിങ്കല്ല് ഉരച്ച് എങ്ങനെ ഭസ്മമാക്കാൻ പറ്റുമോ അതേപോലെയുള്ള യജ്ഞം, അതേപോലെയുള്ള യാതന, കഠിനമായ പ്രയത്നം ഒരു എഴുത്തുകാരൻ, ഒരു നോവലിസ്റ്റിന് ആവശ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ നോവൽ വീണ്ടും കൊണ്ടുവന്നു. ഞാൻ വീണ്ടും എഴുതി. ഏതാണ്ട് 1973 ഫെബ്രുവരിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കൊടുത്തു. അപ്പോൾ ആ നോവൽ അദ്ദേഹം പറഞ്ഞു, വീണ്ടും 1 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഞാൻ വീണ്ടും ചെല്ലുകയാണ്. അതാ നിരന്തരമായ അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം. അദ്ദേഹം എഴുതരുതെന്നൊന്നും പറഞ്ഞില്ല, നിരന്തരമായി പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. എന്നോട് നിരന്തരമായി വായിക്കുക എഴുതുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഞാൻ വീണ്ടും ആ നോവൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. വീണ്ടും അദ്ദേഹം വായിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പം ഈ നോവൽ ഒരു നോവലിൻ്റെ രൂപത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നിനക്കൊരു കത്ത് തരാം. അന്ന് കുങ്കുമം വാരികയാണ് മലയാളത്തിൽ മാതൃഭൂമിയെപ്പോലെ തന്നെ വളരെ പ്രസിദ്ധമായൊരു വാരിക. കൊല്ലത്തു നിന്നാണ് അത് വരുന്നത്. അതിൻ്റെ പത്രാധിപർ NV കൃഷ്ണവാര്യർ സാറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, കൊല്ലത്ത് ഓഫീസിൽ പോയി അദ്ദേഹത്തിന് നോവൽ കൊടുത്തു. ഞാൻ കോവിലൻ പറഞ്ഞിട്ടാണ് ഞാൻ സാറിൻ്റെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നോവൽ തന്നു, തീർച്ചയായിട്ടും ഞാൻ വായിക്കാം, വായിച്ച വിവരം അറിയിക്കാം. നീ ആദ്യമായിട്ട് എഴുതിയ നോവലല്ലേ ഇത്? ഒരു 3-4 മാസം എങ്ങനെയും പിടിക്കും ഇതൊന്ന് വായിച്ചെടുക്കാൻ. എന്തോ വലിയ ഒരു ഭാഗ്യമെന്ന് പറയട്ടെ. ജൂൺ മാസത്തോടുകൂടി ആ നോവലിനെ പറ്റി കൃഷ്ണവാര്യർ സാർ കുങ്കുമം വാരികയിൽ ഒരു പേജ് നിറയെ ഒരു പരസ്യം കൊടുത്തിരിക്കുകയാണ്. പുതിയൊരു എഴുത്തുകാരൻ മലയാളത്തിലെത്തിയിരിക്കുന്നു,
കോവിലിൻ്റെയും നന്ദരാരിൻ്റെയും പാറപ്പുറത്തിൻ്റെയും പിൻഗാമിയായി ഒരു പട്ടാള നോവലിസ്റ്റ് മലയാളത്തിൽ ഉദയം ചെയ്തിരിക്കുന്നു. അദ്ദേഹം എഴുതിയ ആ കൂട്ടം തെറ്റി കുട്ടി നോവൽ പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ വളരെയധികം താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് പ്രിയ വായനക്കാരെ അദ്ദേഹത്തെ സ്വീകരിക്കാനും പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ കോവിലിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പതിച്ച മനോഹരൻ ബി പേരകം എഴുതിയ ജീവചരിത്രമാണ്. വളരെ മനോഹരമായി, വളരെ സമഗ്രമായി എഴുതിയ നോവൽ. ഞാൻ പിന്നൊന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ നോവലാണത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് തട്ടകം. ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് വായിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി ഞാൻ ഏതാനും പേജുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് മുനിമട, ഗുരുവായൂരിന്ന് കിഴക്ക് ഭാഗത്ത് കണ്ടാണിശ്ശേരി, അവിടെ നിന്ന് മുനിമടയിലേക്ക് നടന്നു പോവുക. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എനിക്ക് വായിക്കാൻ തന്ന നോവലാണ്. ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പാണ് ഞാൻ നോവൽ വായിച്ചത്. പ്രിയ സുഹൃത്തുക്കളെ, അതുപോലുള്ള കോവിലിനെ പോലുള്ള, NV കൃഷ്ണവാര്യർ സാറിനെ പോലുള്ള, വിജയൻ മാഷെ പോലുള്ള, സാനുമാഷെ പോലുള്ളവരുടെ അനുഗ്രഹം എനിക്കൊരുപാട് കിട്ടിയിട്ടുണ്ട്. അവരുടെയൊക്കെ അനുഗ്രഹത്തിൻ്റെയും അവരുടെയൊക്കെ പ്രേരണയുടെയും പേരിലാണ് ഞാൻ ഇന്ന് ഒരു എഴുത്തുകാരൻ്റെ മേലങ്കി അണിഞ്ഞിരിക്കുന്നത്.